ഹായ്, ഒരു കുട്ടി സ്റ്റോറി. നാട്ടിലെ ബംഗാളിയും യുഎയിലെ പ്രവാസിയും തമ്മിലൊന്ന് യോജിപ്പിച്ച് നോക്കുക. എന്താണെന്നറിയോ? നാട്ടിലെ ബംഗാളി മാസത്തിൽ 2 പ്രാവശ്യം നാട്ടിലേക്ക് പൈസ അയക്കും. പ്രവാസിയോ മാസത്തിൽ 1 തവണ പൈസ അയക്കുള്ളൂ. അതും ചിലപ്പം 5-ാം തീയതി, 10-ാം തീയതി, 20-ാം തീയതി ഒക്കെ പൈസ കിട്ടുക പ്രവാസിക്ക്. ബംഗാളിക്കോ കറക്റ്റ് 15 ദിവസമാകുമ്പോൾ മാസത്തിൽ 2 പ്രാവശ്യം നാട്ടിലേക്ക് പൈസ അയക്കും. അതെങ്ങനെ? നമ്മളിവിടുന്ന് മലയാളി കൊടുത്തിട്ടാ. അതെന്തുകൊണ്ടാ? മലയാളീനെ പണിക്ക് നാട്ടിൽ വിളിക്കൂല. കാരണം ബംഗാളിനെ കിട്ടുള്ളൂ, മലയാളിനെ കിട്ടൂല. അത് ശീലാക്കിയതും നമ്മൾ തന്നെയാണ്. പണ്ട് തമിഴന്മാരുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, കുറവായിരുന്നു. ഫുൾ മേഖലയിലും നമ്മൾ മലയാളിയായിരുന്നു. നമ്മളെ നാട്ടിൽ ദാരിദ്ര്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ എത്രയോ വീട്ടിലുണ്ട് ഒരു നേരം അന്നം ചോറ് വെക്കാത്ത വീടുകളുണ്ട്. എന്നിട്ട് ഓരോരുത്തർ കൊടുക്കണ കണ്ടിട്ടില്ലേ? നമ്മളിവിടെ നിന്ന് അയക്കുന്ന പൈസ നാട്ടിലേക്ക് അയച്ചിട്ട് അവിടെ ബംഗാളികൾ നാട്ടിൽ പണിയെടുത്തിട്ട് ആ ശമ്പളം നമ്മൾ കൊടുക്കുന്ന പൈസ അവർക്ക് കിട്ടിയിട്ട് അതാണെങ്കിലോ നമ്മളെ നാട്ടിൽ ഉപകാരമില്ല. അവരെ നാട്ടിലേക്ക് അവർ 15 ദിവസം കൂടുമ്പോൾ അവർ അയക്കണ്. എന്നിട്ട് അവരെ സർക്കാരിന്, അവരെ കുടുംബത്തേക്ക്, അവരെ സർക്കാരിന് അത് നമ്മളെ മലയാളീനെ പണിക്ക് വിളിച്ചിട്ട് നമ്മളെ നാട്ടിലേക്ക് പൈസ അയക്കണത് നമ്മളെ മലയാളീനെ പണിക്ക് വിളിച്ചിട്ട് ജോലിക്ക് നിർത്തിയിട്ട് നമ്മൾ ആ പൈസ അവർക്ക് കൊടുത്താൽ അവരെ കുടുംബവും കഴിച്ചിലാവും, ആ പൈസ സർക്കാരിനും കിട്ടും. ഇതിൽ ബംഗാളിനെ പണിക്ക് നിർത്തുന്നതിന് സർക്കാരിനെ കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല. സർക്കാരിൻ്റെ സപ്പോർട്ടല്ല ഞാൻ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളാളുടെ ജോലി കൊടുക്കണ ബംഗാളിക്ക്. അതുകൊണ്ടാണല്ല പിന്നെ നമ്മൾ ജോലിക്ക് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചേട്ടാ എനിക്ക് പണിയില്ല, ചേട്ടാ എനിക്കൊരു പണി കൊണ്ട ചേട്ടാ എന്ന് പറഞ്ഞ് നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളൊരു പണി കൊടുക്കും. മലയാളി അപ്പുറത്തുണ്ടാവും, തലകെട്ടും കെട്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അവനെ വിളിക്കൂല, ബംഗാളിനെ വിളിച്ചു കൊണ്ടുപോകുള്ളൂ. ഇവിടെ 20 ദിവസം, ഒരു മാസം പണിയെടുത്തിട്ട് 25-ാം തീയതി ചിലപ്പോൾ 20-ാം തീയതി ഒക്കെ ആവും ശമ്പളം കിട്ടുന്നത്. ചിലർ പ്രവാസി ശമ്പളത്തിന് വേണ്ടി കരയുക അവിടെ. എന്നിട്ട് ഈ 20 ദിവസം 20 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു മാസം കഴിഞ്ഞിട്ട് 20 ദിവസം ചിലപ്പോൾ 20-ാം തീയതി ഒക്കെ ആകുമ്പോൾ ശമ്പളം കൊടുക്കും, 15-ാം തീയതി ആവും. അതിൽ 5 ദിവസമോ 6 ദിവസമോ പിറ്റത്തെ മാസത്തിൽ പെൻഡിങ് ഉണ്ടാവും, പൈസ കൊടുക്കൂല. എത്ര ആൾക്കാർ ഇവിടെ ശമ്പളം കിട്ടാതെ പ്രവാസികൾ കരയുന്നുണ്ട്, എത്ര പ്രാവശ്യം ഇവിടെ ഇതാവുന്നുണ്ട്. എന്നാലേ ജോലിയോ പട്ടിനെ പോലെ ജോലി ചെയ്യും. മലയാളിയോ പ്രമാണി, നാട്ടിൽ പോയാൽ ജോലി ചെയ്യൂല. ബംഗാളിക്ക് കൊടുക്കും, എന്നിട്ട് പൈസ ഫുള്ള് അവന് കൊടുക്കും. അവനെന്ത് ചെയ്യും? അവരെ നാട്ടിൽ കണ്ടയക്കും. മാസത്തിൽ 2 പ്രാവശ്യം അവൻ അയക്കും. ഇവിടുന്ന് 2 മാസം പണിയെടുത്താലും പൈസ ഉണ്ടാവില്ല, 3 മാസം പണിയെടുത്താലും ഇവിടെ പ്രവാസിക്ക് പൈസ ഉണ്ടാവില്ല. എങ്ങനെയുണ്ട്? മനസ്സിലായി? അപ്പോൾ ആരാണ് ഇതിനൊക്കെ ഇത്? നമ്മൾ തന്നെയാണ്. നമ്മൾ നാട്ടിലേക്ക് പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ എന്ത് ചെറിയ പണിയാണെങ്കിലും, ഒരു ദിവസത്തെ പണിയായാലും ശരി, ഏതെങ്കിലും ഒരു മലയാളിനെ വിളിച്ചിട്ട് ചെയ്യിപ്പിച്ചോ എന്നറിയാം. ബംഗാളിനെ വിളിക്കരുത്. അപ്പോൾ ചേട്ടാ പണിയില്ല ചേട്ടാ, ചേട്ടാ എനിക്ക് പണിയില്ല ചേട്ടാ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും പണിയില്ല ചേട്ടാ എന്ന് നമ്മളും പറയണം. മലയാളിനെ വിളിച്ച് കൊടുത്താൽ അവൻ്റെ കുടുംബം കഴിയും. അപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ദാരിദ്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അൽഫാമും ഇതൊക്കെ കഴിക്കുമോ എന്നൊക്കെ. ദാരിദ്ര്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. ഓരോരുത്തർ കിറ്റ് കൊണ്ടു കൊടുക്കണം, പട്ടിണിയും വീടും അടുക്കളൻ്റെയും വീടിൻ്റെ ഒക്കെ കോല നമ്മൾ കാണുന്നുണ്ട്. ആ പാവം മലയാളിക്ക് ജോലി കൊടുത്താൽ പോരെ? ഇവിടുന്ന് നമ്മൾ പ്രവാസി പൈസ അയക്കണം. ഏറ്റവും കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രവാസികൾ തന്നെയാണ് നാട്ടിൽ. ഇവിടെ ബംഗാളി പ്രമാണിയും പ്രവാസി ദാരിദ്ര്യമാണ്. ഇവിടെ മഞ്ഞും വെയിലും പിന്നെ ചൂടും എല്ലാം കൊണ്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് മലയാളി ഇവിടെ പണിയെടുത്തിട്ട് മാസം തികഞ്ഞാലും 1.5 മാസമായാലും 2 മാസമായാലും ശമ്പളം കിട്ടാതെ ഒരുപാട് മലയാളികളുണ്ട്. ജോലിക്ക് ഇവിടെ വന്നിട്ട് ജോലി കിട്ടാതെ കുറേ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്നാൽ നാട്ടിലാണെങ്കിലോ ബംഗാളികളാണെങ്കിലോ വന്ന പാടന്നെ പിറ്റേന്ന് അവർക്ക് പിന്നെ ജോലിയാണ്. അവരെ സാധനം, ബംഗാളിലെ സാധനങ്ങൾ, പ്രൊഡക്റ്റുകൾ അതൊക്കെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ വിൽപ്പനയില്ല. ഏത് മേഖലയിലും ഇപ്പോൾ ബംഗാളിയാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, എല്ലാവരും ജോലി ചെയ്യണം. പക്ഷേ നമ്മളെ നാട്ടിലെ പൈസ നമ്മൾ ഇവിടുന്ന് അയക്കണത് നമ്മൾ മലയാളിക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് എന്ത് ചെയ്യും? അവരെ കുടുംബം കഴിയണം മാത്രമല്ല, ആ പൈസ നമ്മളെ കേരളത്തിൽ തന്നെ ഉണ്ടാവും.
അതങ്ങനെ എല്ലായിടത്തും ഓൾറൗണ്ടായി പോയി സർക്കാരിലേക്കും എത്തും. അതേ സ്ഥാനത്ത് നമ്മൾ അയക്കണ പൈസ ബംഗാളിനെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ ബംഗാളിലെ കുടുംബത്തേക്ക് 15 ദിവസം കൂടുമ്പോൾ അയച്ചിട്ട് അവൻ്റെ കുടുംബം മാത്രം കഴിയണമല്ല, അത് അവിടുത്തെ സർക്കാരിനും കൂടി വേണം. അപ്പോൾ ആരാണ് ഇതിൻ്റെത്? നമ്മളാണ്, പ്രവാസികളാണ്, നാട്ടിലുള്ള പണക്കാരുമാണ്. പ്രവാസികൾ മാത്രമല്ല, നാട്ടിലുള്ള പണക്കാരുമാണ്. ഓക്കെ. അപ്പോൾ ഇനിയെങ്കിലും ആരെങ്കിലും ജോലിക്ക് വിളിക്കുകയെന്നുണ്ടെങ്കിൽ മലയാളീനെ വിളിക്കുക. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക.